ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെസിറ്റേൽ മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറിയിലുള്ള റിബൺ വർക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മെറ്റീരിയലിലോട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മുടെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ വള്ളിയും ഓപ്പോസിറ്റ് സൈഡോ പൂക്കളും വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ റിബൺ വർക്ക് ഞാൻ എൻ്റെ സാരിയിലാണ് ചെയ്തിട്ടുള്ളത്. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റിബൺ വർക്ക് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഈ റിബൺ വർക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യം ഞാൻ ഇച്ചിരി വലിയ സർക്കിളാണ് വരച്ചിട്ടുള്ളത്. അതിനുശേഷം അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള വസ്തു ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വള്ളികളൊക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂവിന് നമ്മൾ വരച്ചിട്ട റൗണ്ട് ഷേപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിൽ. ഇനി ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഫ്ലവേഴ്സിനായിട്ട് ഓറഞ്ച് കളറും, ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു മാമ്പഴ കളറും പിന്നെ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലീഫിനായിട്ട് ഗ്രീൻ കളർ റിബണും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിബണ് സൂചിയിലോട്ട് കോർത്തെടുക്കാം. നമ്മൾ സാധാരണ നൂല് സൂചിയിൽ കോർത്തിട്ട് കെട്ടിടുന്നത് പോലെയാണ് ഒരറ്റത്തിടേണ്ടത്. മറുവശത്ത് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ലോക്കായിട്ട് വരും. ഇനി സർക്കിളിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തണം. നമ്മൾ ആ സെൻറ്ററിൽ നിന്നാണ് കുത്തിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. സൂചി സെൻറ്റർ ഭാഗത്ത് നിന്ന് കുത്തി പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് റിബണ് വരും. ആ റിബണിൻ്റെ നല്ല ഷൈനിങ് ഉള്ള ഭാഗം നിവർത്തി പിടിച്ച് നമ്മൾ സർക്കിൾ വരച്ചിട്ട് ആ ഔട്ട്ലൈൻ എവിടെയെങ്കിലും ഒന്ന് കുത്തിയിറക്കുക. അതിനുശേഷം ആ മിനുസമുള്ള ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കണം നന്നായിട്ട്. അപ്പം നമുക്ക് ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത് വരെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കുത്തിയിറക്കി അതിനൊന്ന് നിവർത്തി കൊടുത്ത് ഇതളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത് ചെയ്യാനായിട്ട് എന്ത് ഈസിയാണ്. വേറെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നുമില്ല. ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയോ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഇതിൻ്റെ വള്ളികൾക്കായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ത്രെഡ് ഉപയോഗിച്ചിട്ട്. മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തി എടുക്കുമ്പോഴത്തേക്കും റിബണ് തിരിഞ്ഞ് വരാനൊക്കെ സാധ്യതയുണ്ട്. റിബണിന് ഷൈനിങ് ഉള്ള ഭാഗവും ഷൈനിങ് ഇല്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ ഷൈനിങ് ഉള്ള ഭാഗമാണ് നമുക്ക് പുറത്ത് വരേണ്ടത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് നിവർത്തി കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബേസിക് മുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കൂടുതൽ വെറൈറ്റി, ക്രിയേറ്റീവ്, അടിപൊളി വീഡിയോസിനായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ കൂടുതൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ഫ്ലവർ തയ്ച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിലെ വള്ളികളാണ് തയ്ച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും 2 നൂലുകൾ ഒരുമിച്ച് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യാം. ഇതുപോലെ നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ലീവ്സ് ആണ്. അതിന് ഞാൻ ഗ്രീൻ കളർ റിബണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുമ്പ് നമ്മൾ ഫ്ലവർ ചെയ്തപ്പോൾ നമ്മൾ സാധാരണ തുണിയിലോട്ടാണ് കുത്തിയെടുത്തത്. ഇതിപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ റിബണിനുള്ളിലൂടെയാണ് കുത്തിയെടുക്കുന്നത്. അപ്പോൾ അത് റിബൺ വർക്കിലെ വേറൊരു സ്റ്റിച്ചാണ്. ഇത് റിബണിനുള്ളിലൂടെ കുത്തിയെടുക്കും. ഫ്ലവർ ചെയ്തപ്പോൾ അല്ലാതെ തന്നെയാണ് ഉള്ളിലോട്ട് കുത്തിയെടുത്തത്. ഫുള്ളായിട്ട് ഇതുപോലെ ലീവ്സും തയ്ച്ചു കൊടുക്കണം. ഇനി ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് മുത്തൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബ്ലൂ കളറ് മുത്തുകളാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്ത് തരിക. ഞാനതപ്പോൾ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സേഫായിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.